എന്താടാ ചെയ്യാ? പേടിയുണ്ടോ? എനിക്ക് പേടിയൊന്നുമില്ല. നിന്റെ മോൻ കണ്ടറിയാലോ ടെൻഷൻ ഉണ്ടെന്ന്. ഇതിലിപ്പോൾ ടെൻഷൻ അടിക്കൊന്നും വേണ്ടടാ. അല്ലേ പോട്ടാ, നീ ഒന്നും മിണ്ടായിരടാ. ഇതിലാരാ? ബാബു ആരാ? കേറിയോ? ഞാനവിടെ പണിയെടുക്കാൻ തുടങ്ങിയ കാലം പോലെ അമ്മാള പാഡേസിലെ ഇഡ്ഡലി സപ്ലൈ ചെയ്യാറ്. പണ്ടൊക്കെ ഞാൻ ഇഡ്ഡലി എടുക്കാൻ അവരുടെ വീട്ടിൽ പോവാറുണ്ട്. പക്ഷെ എന്നെക്കാ കൂടെ പരിചയം അജയനാ. അവനാ കുറെ കാലമായിട്ട് ഇഡ്ഡലി എടുക്കാൻ പോവാറ്. സാധാരണ ഞാൻ ചെല്ലുമ്പോൾ ഇഡലിയുടെയും ചട്നിയുടെയും പാത്രം പുറത്തിരിപ്പുണ്ടാവും. ഞാനത് എടുത്തുകൊണ്ട് വരും. എന്നോട് വലിയ വർത്താനൊന്നും പറയാറില്ല. കുറച്ചാൾ മുമ്പ് ഒരു ദിവസം ഞാൻ ചെല്ലുമ്പോൾ പുറത്ത് ഇഡലി പാത്രം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ വീട്ടിനകത്ത് കയറി നോക്കിയപ്പോൾ ചമ്പാമ്മ ഇഡലി ഇന്ന് ഇഡ്ഡലി ഇല്ല, ചമ്മന്തി ഇല്ല. എന്ത് പറ്റിയത്? ഇതെല്ലാം കേൾക്കുന്നത് നീ ആര്? നിന്നെ ഞാൻ ഈ വീട്ടുകളിൽ വിട്ടത്? പോടാ 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 വെളിയ. ചമ്പാമ്മ ഇഡലി ഇല്ലാതെ ചെന്നാ അൻവർക്ക് ചീത്ത പറയും. കച്ചവടം നടക്കണ്ടേ? നിങ്ങളിങ്ങനെ രാവിലെ ഇഡ്ഡലി ഇല്ലെന്ന് പറഞ്ഞാൽ ഞങ്ങൾ എവിടെ പോയി ഉണ്ടാക്കാനാ? സ്ഥിരം ആൾക്കാരുള്ളതാ. ഇഡ്ഡലി ചട്നി എല്ലാം വീട്ടുക്ക് വെളിയ. ഇത് ഞാൻ വീട്. ഇവിടെ യാര് വരണം യാര് പോണം ഞാൻ തീരുമാനിക്കണം. പോടാ 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 വെളിയ. പിറ്റേ ദിവസം മുതല് ഇഡലി എടുക്കാൻ പോവാൻ പറ്റൂല എന്ന് ഞാൻ പറഞ്ഞതാ. പക്ഷെ അൻവർക്ക സമ്മതിച്ചില്ല. എന്നിട്ട് കാപ്പി കുടിക്കുന്ന? കാപ്പി കുടിച്ചിട്ട് പോവാണ്ട. വാ മോനെ, വാടാ. അതിൽ പിന്നെ അവരെന്നോട് ഒരുപാട് വർത്താനം പറയുമായിരുന്നു. അവർക്കതൊക്കെ കേൾക്കാൻ ഒരാളിരുന്നാൽ മതി. ഒറ്റയ്ക്ക് അതിൻ്റെ വിഷമം പറച്ചിലായിരുന്നു എപ്പോഴും. പിന്നെ പിന്നെ അതും മാറി അവരുടെ കുട്ടിക്കാലത്തെ കഥകൾ പറയാൻ തുടങ്ങി. അത് പറയുമ്പോ 1000 നാവായിരുന്നു അമ്മയ്ക്ക്. ഞാൻ ഉണ്ടാക്കുന്ന ഇവിടെ ரொம்ப രുചിയാ இருக்கும். അത് വായില പോട്ടാലേ അവിടെ അലിഞ്ചു പോയിടും. നാട്ടിലത്തെ കാര്യമൊക്കെ പറയുമ്പോൾ അവർക്ക് ഭയങ്കര സങ്കടമായിരുന്നു. അവിടെ നാട്ടുകാർ തമ്മിൽ എന്തോ പ്രശ്നം ഉണ്ടായിരുന്നു. അടിയും വെട്ടും. എന്നോട് ഏറ്റവും കൂടുതൽ പറഞ്ഞിട്ടുള്ളത് അവരുടെ അമ്മ മരിച്ച കാര്യം. അവരുടെ ചെറുപ്പത്തിൽ നാട്ടിലെന്തോ ജാതിക്കാർ തമ്മിൽ അടിയുണ്ടായപ്പോഴാ അമ്മയെ കൊന്നത്. അവിടെ നിൽക്കാൻ പറ്റാഞ്ഞിട്ട് അവിടെ നിന്ന് ഓടിപ്പോന്നതാ. പിന്നെ എവിടെയൊക്കെയോ അലഞ്ഞു തിരിഞ്ഞ് അവസാനം ഇവിടെ എത്തിയപ്പോഴാ സമാധാനമായിട്ട് ജീവിക്കാൻ പറ്റിയതെന്ന് എപ്പോഴും പറയുമായിരുന്നു.